സംസ്ഥാനത്ത് പിടിയിലായ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ നാടുകടത്തും. പിടിയിലായവർക്ക് ഭീകരവാദ ക്രിമിനൽ പശ്ചാത്തലങ്ങളിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ലഭിച്ച ശേഷം എല്ലാവരെയും ബംഗ്ലാദേശിലേക്ക് അയക്കും. വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ പറവൂരിൽ തങ്ങിയിരുന്ന 27 ബംഗ്ലാദേശ് സ്വദേശികളെയായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ ക്ലീൻ പരിശോധനയിൽ വെള്ളിയാഴ്ച പുലർച്ചെ പിടിയിലായത്. നാടുകടത്താനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ പ്രത്യേക ക്യാമ്പുകളിൽ താമസിപ്പിക്കും. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള അനുമതി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ പിടിയിലായ ഒറ്റപ്പെട്ട സംഭവങ്ങളും 2-3 പേർ പിടിയിലായ കേസുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും 27 പേർ ഒരുമിച്ച് പിടിയിലാകുന്നത് ആദ്യമായിരുന്നു. പിടിയിലായവരുടെ പശ്ചാത്തലങ്ങൾ പോലീസും കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. എല്ലാവരും ജോലി തേടി എത്തിയവരാണെന്നും വിവിധ ഭാഷ തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ബംഗാളികൾ എന്ന വ്യാജേനയാണ് തങ്ങിയതെന്നും വ്യക്തമായിരുന്നു. ഇതിനു മുമ്പ് ബോട്ട് മാർഗം ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലും ഇവിടെ നിന്ന് കേരളത്തിലും എത്തിയ ബംഗ്ലാദേശി യുവതി തസ്ലീമയടക്കം 10ഓളം പേർ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പിടിയിലായിരുന്നു. പറവൂരിൽ പിടിയിലായ ബംഗ്ലാദേശികളും പുഴ കടന്നാണ് എത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശികളെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കെട്ടിടങ്ങൾ ഇവർക്ക് വാടകയ്ക്ക് നൽകിയിരുന്നതെന്നും വ്യക്തമായിരുന്നു. നുഴഞ്ഞുകയറ്റക്കാരെന്ന് വ്യക്തമായിട്ടും താവളങ്ങൾ ഒരുക്കി നൽകിയവർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ ഉണ്ടാകും. ജനം, കൊച്ചി.